ജൂലൈ 18 വെള്ളിയാഴ്ച. മത്തായി 12:1-8 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവും ഫരിസേയരും തമ്മിൽ സാബത്തിനെ സംബന്ധിച്ച് ഒരു സംഘർഷം നടക്കുന്നതിന് രംഗമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ധാന്യം പറിച്ചുകൊണ്ട് സാബത്ത് ലംഘിച്ചുവെന്ന് ഫരിസേയർ ആരോപിക്കുന്നു. എന്നാൽ സാബത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് യേശു അവരെ പ്രതിരോധിക്കുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ അനുകമ്പയും കരുണയും മതനിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിനെ മറികടക്കുന്നുവെന്ന് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളും യേശു ഉപയോഗിക്കുന്നു. ഇന്നത്തെ വായനയുടെ സന്ദർഭം ഇതാണ്. യേശുവും ശിഷ്യന്മാരും ഒരു സാബത്ത് ദിവസം പാടത്തിലൂടെ നടക്കുകയായിരുന്നു. വിശന്ന ശിഷ്യന്മാർ ധാന്യം പറിച്ചെടുത്ത് തിന്നു. ഇത് നിരീക്ഷിച്ച ഫരിസേയർ അവർ സാബത്ത് നിയമം ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നു. സാബത്ത് നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലും പ്രയോഗത്തിലും സൂക്ഷ്മത പുലർത്തിയ ഫരിസേയർ ശിഷ്യന്മാരുടെ പ്രവൃത്തികളെ ഒരു ജോലിയായി കണ്ട് അതിനാൽ ഒരു ലംഘനമായും കണ്ടു. സാബത്ത് ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു സമ്മാനമാണെന്നും അത് ഒരു അനുഗ്രഹമാണെന്നും അല്ലാതെ ഒരു ഭാരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു അവരുടെ ആരോപണത്തെ നേരിടുന്നു. വിശന്നപ്പോൾ ദാവീദും കൂട്ടരും വിശുദ്ധ അപ്പം കഴിച്ചുവെന്നും അത് നിയമലംഘനമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല എന്നും എന്നാൽ അവരുടെ സാഹചര്യത്തിൽ അനുവദനീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം കരുണയും അനുകമ്പയും ആഗ്രഹിക്കുന്നുവെന്നും മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ മതപരമായ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിനേക്കാൾ ഇവയ്ക്ക് മുൻഗണന നൽകണമെന്നും യേശു ഊന്നിപ്പറയുന്നു. യേശു തന്നെ സാബത്തിൻ്റെ കർത്താവായി പ്രഖ്യാപിക്കുന്നു. സാബത്തിന്മേലുള്ള തൻ്റെ അധികാരം ഉറപ്പിക്കുകയും നിയമത്തെക്കുറിച്ചുള്ള തൻ്റെ ഗ്രാഹ്യം ഫരിസേയരുടെ കർക്കശമായ വ്യാഖ്യാനങ്ങളെ മറികടക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ വിശ്വാസം നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല, സ്നേഹവും അനുകമ്പയുമാവുന്ന ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ കാതലായ വശം മനസ്സിലാക്കുകയുമാണെന്ന് ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. ഫരിസേയരുമായുള്ള യേശുവിൻ്റെ കൂടിക്കാഴ്ച നിയമവാദത്തിൻ്റെ അപകടങ്ങളെ പ്രകടമാക്കുന്നു. ഇത് ന്യായവിധിവാദത്തിലേക്കും മനുഷ്യൻ്റെ ആവശ്യങ്ങളുള്ള അവഗണനയിലേക്കും നയിച്ചേക്കാം. മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ കരുണയും അനുകമ്പയും നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങളായിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം ഊന്നിപ്പറയുന്നു. സാബത്തിനും താൻ അധിപനാണ് എന്ന കർത്താവിൻ്റെ പ്രഖ്യാപനം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമെന്ന നിലയിൽ അവൻ്റെ അധികാരത്തെയും പങ്കിനെയും കുറിച്ചുള്ള ശക്തമായൊരു പ്രസ്താവനയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എല്ലായ്പ്പോഴും കർശനമായ മതനിയമങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കണമെന്നും യഥാർത്ഥ വിശ്വാസത്തിൽ അനുകമ്പയുള്ള ഹൃദയവും മറ്റുള്ളവർക്ക് കൃപ നൽകാനുള്ള സന്നദ്ധയും ഉൾപ്പെടുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.